pattern of industrialization. The second important aspect of industrial growth relates to the pattern of industrialization. It can be studied under two heads: functional pattern of industries and ownership pattern of industries. വ്യവസായിക വികസനത്തിന്റെ നാൾവഴികളിൽ അതിന് രണ്ടാമത്തെ ഭാഗമായി നമ്മൾ കാണുന്നത് പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. വ്യവസായവൽക്കരണത്തിന്റെ രീതി എന്ന് പറയാം. അത് രണ്ട് തലങ്ങളിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഫങ്ഷണൽ പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രീസും മറ്റൊന്ന് ഓണർഷിപ്പ് പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രീസും. ഫസ്റ്റ് ഒന്ന് നോക്കാം, functional pattern of industries. With the functional classification, the industries can be classified into four: basic industry, capital goods industry, intermediate goods industry, and consumer goods industry. Functional pattern നമ്മൾ വ്യവസായങ്ങളെ നാലായിട്ട് തിരിക്കുകയാണ്. ബേസിക് ഇൻഡസ്ട്രി എന്നും ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി എന്നും intermediate good industry and the consumer good industry. The four distinct phases related to the compound rates of growth in different industries can be observed under the following heads. നമുക്ക് വിവിധ വ്യവസായ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ നമുക്ക് നാല് ഫേസുകളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ഫസ്റ്റ് ഫേസ് പറയുന്നത് till mid 1960s, 60കളുടെ മധ്യം വരെയുള്ള കാലഘട്ടം. The rate of growth of industries had paced up very fast. A major contribution in this direction was made by the basic and capital goods industries. This was mainly due to the adoption of Mahalanobis strategy of planning. ഒന്നാമത്തെ ഘട്ടമായിട്ട് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വ്യാപകമായി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. അതിനുള്ള കാരണം മഹൽനോബിസ് സ്ട്രാറ്റജിയാണ്. PC മഹൽനോബിസിന്റെ പ്ലാൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് 60കളുടെ മധ്യം വരെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി കാര്യമായ ഉയർച്ച ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 65-75 കാലഘട്ടം. The rate of growth began to trigger off. The growth of basic and capital goods industries and industrial output was slower than in the past, but the growth was moderately high in the case of elite-oriented consumer goods sectors during this period. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ബേസിക് അടിസ്ഥാന മൂലധന വ്യവസായങ്ങളുടെ അതുപോലെ വ്യവസായ ഉൽപ്പന്നത്തിന് കാര്യമായ വർധന ഉണ്ടായിട്ടില്ല, ചെറിയ കുറവാണുള്ളതെങ്കിൽ പോലും കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിൽ വളരെ വലിയ തോതിലുള്ള ഒരു വർധന ഉണ്ടാക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. തേർഡ് ഫേസ് 75-90 കാലഘട്ടമാണ്, 75 മുതൽ 90 വരെയുള്ള കാലഘട്ടമാണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വാസ് ഫെയർലി ഡൈവേഴ്സിഫൈഡ്. ബേസിക് ഗുഡ്സ് ഇൻഡസ്ട്രീസ് മെയിൻറ്റെയിൻഡ് എ കൺസിസ്റ്റന്റ് ഫെയർലി ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ആസ് ഡിഡ് ദ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വ്യവസായ മേഖല നല്ല ഒരു വളർച്ച കാഴ്ചവെച്ചിട്ടുണ്ട്. അത് മൂലധന വസ്തുക്കളായാലും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയാലും ഒക്കെ പുരോഗതി കൈവരിക്കാനായി കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഫോർത്ത് ഫേസ് 90s ആണ് ആൻഡ് ബിയോണ്ട്. 90 മുതൽ അത് അല്ലെങ്കിൽ 90കളിലും അതിനുശേഷവുമാണ്. During 1990s, the relative contribution of basic and capital goods sector declined, while that of intermediate goods and consumer goods sector showed an improvement. The low contribution of basic and capital goods industries were due to the impact of trade liberalization, particularly imports and financial liberalization. 90കളിൽ നമ്മുടെ ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് അതിന്റെ ഉൽപാദന കുറയുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം കൺസ്യൂമർ ഗുഡ്സ് സെക്ടറും അതുപോലെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് സെക്ടറും നല്ല ഇംപ്രൂവ്മെന്റ് കാണിക്കുകയുണ്ടായി. അപ്പോൾ ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ കോൺട്രിബ്യൂഷൻ കുറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നടപ്പിലാക്കിയ നമ്മുടെ ട്രേഡ് ലിബറലൈസേഷൻ ഒക്കെയാണ്. അതുപോലെ ഇമ്പോർട്ട്
ഇമ്പോർട്ട്സിലും ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇമ്പോർട്ട്സിന് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ധനപരമായിട്ടുള്ള ചില ലിബറലൈസേഷൻസ് ഇങ്ങനെയുള്ള നടപടികൾ കൊണ്ടാണ് സ്വാഭാവികമായി ഈ കാലഘട്ടത്തിൽ ബേസിക് ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ഉൽപാദനം കുറയാൻ കാരണമായിട്ടുള്ളത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഓണർഷിപ്പ് പാർട്ട്ണർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. In the years that followed the first plan and thereafter, the public sector in India expanded very fast. After the third plan, the net domestic capital formation in the public sector began to slow down. ഓണർഷിപ്പ് പറഞ്ഞെ കുറിച്ച് പറയുമ്പോൾ ഉടമസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പ്ലാനിലും അതുപോലെ തന്നെ എന്താണ് ഒരു 3 പ്ലാൻ വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ പൊതുമേഖല വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പൊതുമേഖലയുടെ മൂലധന സ്വരൂപണം കുറയുകയാണ് ഉണ്ടായത്. India achieved a rapid rate of industrial growth during the first 15 years of economic plan. In this effort, a substantial contribution was made by the public sector and basic and capital goods industries. So, നമ്മുടെ പ്ലാനിങ്ങിന്റെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ 15 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു വ്യാവസായിക വികസനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മുടെ പൊതുമേഖലയുടെ ഇടപെടൽ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒട്ടുമിക്കവാറും തന്നെ പൊതുമേഖലയ്ക്ക് ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ പൊതുമേഖലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു വ്യാവസായിക വളർച്ച ഉണ്ടാക്കാൻ നമുക്ക് ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.